എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഒക്ടോബർ 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇനി അതുമല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഇവയിലൊക്കെ തന്നെ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതുമല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. SCERT ആണോ നിങ്ങളുടെ പ്രശ്നം? അതായത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ, ടാലന്റിന്റെ തമ്പാനൂർ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു SCERTയുടെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എക്കണോമിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ വർക്ക്ഷോപ്പാണ് നടത്താനായിട്ട് പോകുന്നത്. നടത്തുന്ന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 16, 17 തീയതികൾ, അതായത് വ്യാഴവും വെള്ളിയുമാണ്. സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 4 മണി വരെ. ടാലന്റിന്റെ തമ്പാനൂർ ബ്രാഞ്ച്, അതായത് ഓപ്പോസിറ്റ് ഏരിയസ് പ്ലസിന്റെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത്. സോ ടാലന്റിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്കും എന്ത് ചെയ്യാം, പങ്കെടുക്കാവുന്നതാണ്. ഇതൊരു ഫ്രീ വർക്ക്ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാം. അപ്പോൾ പങ്കെടുക്കാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ നിയമനം എന്താണെന്ന് നോക്കാം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ്? അത് ദീപിക പദുക്കോൺ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്കൊക്കെ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് ആ പേരെന്ന് ഓർത്തു വയ്ക്കുക, ദീപിക പദുക്കോൺ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം, അധികമൊന്നും പത്രങ്ങളിൽ കണ്ടു കാണാൻ സാധ്യതയില്ലാത്തൊരു നിയമനമാണ്. അതായത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യുള്ളൂ, 2026 മുതലേ എന്ത് ചെയ്യുള്ളൂ, അംബാസിഡർ ആയിട്ട് ചുമതലയേൽക്കുകയുള്ളൂ. സോ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ യുവരാജ് സിംഗ്. ആരാണ്? യുവരാജ് സിംഗ് ആണ്. ഇദ്ദേഹത്തെ അങ്ങനെ ഒന്നും മറക്കാൻ വഴിയില്ല അല്ലേ. സ്റ്റുവർട്ട് ബ്രോഡിനെ ഒരു ഓവറിൽ 6 സിക്സ് അടിച്ച താരമാണ്. അതുപോലെ തന്നെ 2007 T20 വേൾഡ് കപ്പും 2011 ഏകദിന വേൾഡ് കപ്പും ഒക്കെ ഇന്ത്യക്ക് നേടിത്തരാൻ കാരണമായതിൽ വളരെ പ്രധാനിയാണ് ആരെന്ന് പറയുന്നത് യുവരാജ് സിംഗ്. സോ അദ്ദേഹമാണ് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ദെൻ ഇതൊരു അപ്ഡേഷൻ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കട. കാരണം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലേ, ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സെബാസ്റ്റ്യൻ ലെക്കോർന് എന്ത് ചെയ്തു, രാജിവെച്ച കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. സെബാസ്റ്റ്യൻ ലെക്കോർന് രാജിവെച്ച കാര്യം പറഞ്ഞു, ഏകദേശം ഒരു 3-4 ദിവസം മുമ്പാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ അതേ നമ്മൾ തന്നെ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. എന്താണ്? ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിട്ട് സെബാസ്റ്റ്യൻ ലെക്കോർന് വീണ്ടും എന്ത് ചെയ്തു, നിയമിതനായി. അപ്പോൾ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ ലെക്കോർനു ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ആദ്യം ഇദ്ദേഹം എന്ത് ചെയ്തു, സ്ഥാനമേറ്റു. പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം രാജിവെച്ചു. വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അദ്ദേഹം സ്ഥാനമേറ്റിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി വീണ്ടും ഒരു നിയമനം, അതായത് BSFന്റെ വ്യോമ വിഭാഗത്തിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ്? അപ്പൊ എന്താണ്? BSF വ്യോമ വിഭാഗത്തിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ്? അത് ഭാവന ചൗധരി. ആരാണ്? ഭാവന ചൗധരിയാണ്. സോ ഇത്രയും നിയമനങ്ങളാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനുള്ളത്, പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രതിമ സ്ഥാപിതമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ വർഷം അവസാനത്തോടെയൊക്കെ ഏകദേശം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ അനാവരണം ചെയ്യാനിരിക്കുന്ന ഒരു പ്രതിമ, അതായത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന്റെ പ്രതിമ. അപ്പോൾ ഇതാണ് രാജ്ഭവനിൽ KR നാരായണന്റെ പ്രതിമ എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പൊ അത് അനാവരണം ചെയ്യുന്നത് ആരാണ്? അപ്പോൾ രാജ്ഭവനിൽ എന്ത് ചെയ്യുന്നു, KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു അല്ലെങ്കിൽ അനാവരണം ചെയ്യുന്നു. അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് ആരാണ്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു ആണ്. കൃത്യമായിട്ട് ഓർക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹമാണ് പറയുന്നത് ഓരോ സ്റ്റേറ്റിൽ നിന്നും എന്തായിട്ടുള്ള രാഷ്ട്രപതിമാരായിട്ടുള്ളവർക്ക് ആ സ്റ്റേറ്റുകളിൽ തന്നെ ആദരവും അതുപോലെ തന്നെ പ്രതിമകളും ഒക്കെ വേണം എന്നൊരു കാര്യം എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു. സോ അതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രതിമയുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രതിമ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ KR നാരായണന്റെ പ്രതിമ എവിടെയാണ്, രാജ്ഭവനിൽ വരാൻ പോവുകയാണ്. അത്
ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു ആണ്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് മിസ്സിസ് യൂണിവേഴ്സ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റിപ്പോകരുത്. മിസ്സിസ് യൂണിവേഴ്സ് 2025 മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? അപ്പൊ 2025 എന്ത് കിരീടം? മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ഷെറി സിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇന്ത്യക്കാരി മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്നത്. അപ്പോൾ 2025 മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ഷെറി സിംഗ് ആണ്. ആദ്യമായിട്ടാണ് എന്താ ഒരു ഇന്ത്യക്കാരി മിസ്സിസ് യൂണിവേഴ്സിറ്റി കിരീടം നേടുന്നത്. ഇനി ഇത് എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനില. എവിടെയാണ്? മനില, ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ചാണ് എന്ത് ചെയ്തത്, 2025 മിസ്സിസ് യൂണിവേഴ്സ് മത്സരം നടന്നത്. സോ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഡാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അതായത് സാവൽകോട്ട ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഏത് നദിയിലാണ്? അപ്പോൾ പലപ്പോഴും BSc ചോദിക്കാറുണ്ടല്ലേ ഓരോ ഡാമുകളും ഏത് നദിയിലാണെന്നൊക്കെ. അപ്പോൾ അതുപോലെ ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പദ്ധതിയാണ് സാവൽകോട്ട ജലവൈദ്യുത പദ്ധതി. ഏത് നദിയിലാണ് നിലവിൽ വരുന്നത്? അത് ചെനാബ്. ഇതാണ് ചെനാബ്. നമുക്കറിയാം ചെനാബ് എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയാണ് അല്ലേ. അപ്പോൾ സിന്ധുവിന്റെ പോഷക നദിയായ ചെനാബിലാണ് എന്ത് ചെയ്യുന്നത്, സാവൽകോട്ട ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ എന്താണ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അതായത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിൽ ഹരിത ഹൈഡ്രജൻ കേന്ദ്രങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, ഹരിത ഹൈഡ്രജൻ കേന്ദ്രങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു 3 തുറമുഖങ്ങളെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ദീൻ ദയാൽ പോർട്ട്. ഏതാണ്? ദീൻ ദയാൽ പോർട്ട് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ദീൻ ദയാൽ പോർട്ട് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്? അത് ഗുജറാത്ത് അല്ലെ. ഗുജറാത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും പോർട്ടുകൾ വന്നിട്ട് സ്റ്റേറ്റുകൾ ചോദിക്കാറുണ്ട്. സോ ദീൻ ദയാൽ പോർട്ട് ഗുജറാത്ത്. ദെൻ VO ചിദംബരനാർ പോർട്ട്. ഇതാണ് VO ചിദംബരനാർ പോർട്ട്. അത് എവിടെയാണ്? തമിഴ്നാട്ടില്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. സോ ഇത് ഓർക്കുക. ദെൻ ഇനി അതുപോലെ തന്നെ പാരദീപ് പോർട്ട്. ഇതാണ് പാരദീപ് പോർട്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഒഡീഷ. എവിടെയാണ്? ഒഡീഷയിലാണ്. സോ ഈ 3 തുറമുഖങ്ങളെയാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിൽ എന്തായിട്ട് ഹരിത ഹൈഡ്രജൻ കേന്ദ്രങ്ങളായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ 3 ഓർത്തു വയ്ക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ഈ 3 തുറമുഖങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പോളിസി അംഗീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അതായത് പീരീഡ് ലീവ് പോളിസി അഥവാ ആർത്തവ അവധി നയം 2025. അപ്പോൾ എന്താണ്, സ്ത്രീകൾക്ക് ആർത്തവ അവധി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു എന്താണ് നയമാണ്. അപ്പോൾ അത് അംഗീകരിച്ചത് കർണാടകയാണെന്നുള്ള കാര്യം ഓർക്കുക. ഒരു വർഷത്തിൽ 12 ആർത്തവ അവധികൾ. അപ്പോൾ എത്രയാണ്? ഒരു വർഷം 12 ആർത്തവ അവധികൾ അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നയമാണിത്. സോ പീരീഡ് ലീവ് പോളിസി 2025 അംഗീകരിച്ചത് ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ്. ഇനി അടുത്തത് സമുദ്ര അവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ലോകത്തിൽ ആദ്യമായിട്ട് ഒരു തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖം എന്ത് ചെയ്തു, ഒരു രാജ്യം എന്ത് ചെയ്തു, സംഘടിപ്പിച്ചു. അപ്പോൾ എന്താണ്, ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇത് പലാവു ആണ്. ഇതാണ് പലാവു ആണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? പലാവു ആണ്. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം കൂടി ഓർമ്മ വരുമല്ലോ. എന്താണ്? കടലിനടിയിൽ വെച്ച് മന്ത്രിസഭാ യോഗം ചേർന്ന ഒരു രാജ്യമുണ്ട്. അതായത് 2009 എന്ത് ചെയ്തു, ഒരു രാജ്യം കടലിനടിയിൽ വെച്ച് മന്ത്രിസഭാ യോഗം ചേർന്നു. ഏതാണ്? മാലിദ്വീപ്. ഇതാണ് മാലിദ്വീപാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. മാലിദ്വീപാണ് കടലിനടിയിൽ എന്ത് ചെയ്തത്, മന്ത്രിസഭാ യോഗം ചേർന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം എന്തായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖം, അതിന് ആതിഥേയത്വം വഹിച്ചത് ഏതാണ്? പലാവു ആണ്. പലാവു. ദെൻ ഇനിയൊരു വേദിയാണ്, അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് 2015 എന്ത് ചെയ്തു, തുടക്കം കുറിച്ചതാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ഇതാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 8ാമത് സെഷന്റെ വേദി എവിടെയാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ എത്രാമത്തെ 8ാമത് സെഷന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണെന്ന് ഓർക്കുക. ഇനി പറഞ്ഞ എന്താണ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ് 2015 എന്ത് ചെയ്ത സ്ഥാപിതമായത്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക.
അപ്പോൾ ഇനി അങ്ങോട്ട് 10th ലെവൽ എക്സാമിൻ്റെ ഒരു പെരുമഴയാണ്, പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ബെവ്കോ എൽഡിയൊക്കെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല 2027 അടുത്ത LDC എക്സാം നടക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിനൊക്കെ വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടാലന്റ് LDC റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും പുതിയ SCRT ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റാങ്ക് ഫയലാണ്. സോ നിങ്ങളുടെ വിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ടാലന്റിന്റെ ബുക്കുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് കുറച്ച് നിയമനങ്ങൾ. അതിൽ ആദ്യത്തേത് ദീപിക പദുക്കോണിന്റെ കാര്യം പറഞ്ഞു. എന്തിന്റെ അംബാസഡർ ആയിട്ടാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസഡർ ആയിട്ട് നിയമിതയായത് ആരാണ്? ദീപിക പദുക്കോണാണ്. ഇനി അതിനുശേഷം യുവരാജ് സിംഗിന്റെ കാര്യം പറഞ്ഞു. എന്തിന്റെ അംബാസഡർ? ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? യുവരാജ് സിംഗ് ആണ്. ഇനി അതിനുശേഷം പറഞ്ഞത് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിട്ട് എന്ത് ചെയ്തു? ആദ്യം സെബാസ്റ്റ്യൻ ലെക്കോർണു എന്ത് ചെയ്തു? നിയമിതനായി. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? നിയമിതനായിരിക്കുന്നു. ഇനി അതിനുശേഷം പറഞ്ഞത് BSF വ്യോമ വിഭാഗത്തിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണെന്ന് പറഞ്ഞു. അത് ഭാവന ചൗധരിയാണ്. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ രാജ്ഭവനിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? KR നാരായണന്റെ ഒരു പ്രതിമ സ്ഥാപിതമാകാൻ പോവുകയാണ്. അപ്പോൾ അത് അനാവരണം ചെയ്യുന്നത് ആരാണ്? അത് ദ്രൗപദി മുർമു. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു എന്ത് ചെയ്യുന്നു? KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം പറഞ്ഞു 2025 മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു. ഷെറി സിംഗ് ആണ്. ഇനി അതുപോലെ തന്നെ മനിലയിൽ വെച്ചാണ് മത്സരം നടന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരി എന്ത് ചെയ്യുന്നത്? മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്നത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താ? ഒരു ജലവൈദ്യുത പദ്ധതി അല്ലെ, അതായത് ചെനാബ് നദിയിൽ ഒരു പദ്ധതി നിലവിൽ വരാൻ പോവുകയാണ്. എന്താണ് അതിന്റെ പേര്? സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി. എന്താണ്? സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി. എവിടെയാണ്? ചെനാബ് നദിയിൽ വരുന്നു. അതിനുശേഷം 3 തുറമുഖങ്ങൾക്ക് അംഗീകാരം കിട്ടിയ കാര്യം പറഞ്ഞു അല്ലെ. എന്ത് അംഗീകാരമാണ്? ഹരിത ഹൈഡ്രജൻ കേന്ദ്രങ്ങളായിട്ട്, അതായത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിൽ ഹരിത ഹൈഡ്രജൻ കേന്ദ്രങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട 3 തുറമുഖങ്ങൾ. ഗുജറാത്തിലെ ദീൻദയാൽ പോർട്ട്, തമിഴ്നാട്ടിലെ VO ചിദംബരനാർ പോർട്ട്, അതുപോലെ തന്നെ ഒഡീഷയിലെ പാരദീപ് പോർട്ട്. സോ ഈ 3 പോർട്ടുകൾക്കാണ് എന്ത് ചെയ്തത്? അംഗീകാരം ലഭിച്ചത്. അതിനുശേഷം ഒരു പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് പീരീഡ് ലീവ് പോളിസി 2025 അല്ലെങ്കിൽ ആർത്തവ അവധി നയം 2025 അംഗീകാരം നൽകിയത് ഏത് സ്റ്റേറ്റാ? കർണാടകയാണെന്ന് ഓർക്കുക. അതായത് വർഷത്തിൽ സ്ത്രീകൾക്ക് 12 ദിവസത്തെ ആർത്തവ അവധി കൊടുക്കുന്നതാണ് ഈ ഒരു പോളിസി എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് പറഞ്ഞു? ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പറഞ്ഞു. ഏതാണ്? പലാവോ ആണ്. പലാവോ. ഈ സമയത്ത് ഏത് കാര്യം കൂടി ഓർമ്മ വരണം? കടലിനടിയിൽ വെച്ച് മന്ത്രിസഭാ യോഗം കൂടിയ ആദ്യ രാജ്യം മാലദ്വീപാണെന്ന് കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 8ാമത് സെഷന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 ഒക്ടോബറിൽ ബെവ്കോ ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ റവാഡ ചന്ദ്രശേഖരൻ, MR അജിത് കുമാർ, P വിജയൻ, S ശ്രീജിത്ത്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതെന്നാണ്? ഫിജി, ഫ്രാൻസ്, ഭൂട്ടാൻ, ജർമ്മനി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? അപ്പോൾ മിട്ടു, തങ്കു, മോട്ടു, കാത്തു. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? തങ്കു അല്ലെ. തങ്കു ആണ് 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. കാത്തു നമുക്കറിയാം അല്ലെ, 2025 നടന്ന നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? കാത്തു ആയിരുന്നു അല്ലെ. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? അത് തക്കുടു അല്ലെ. തക്കുടു എന്ന് പറയുന്ന അണ്ണാനായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സഞ്ജു സാംസൺ ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇത് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി രണ്ടാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ 4ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏത് എന്നാണ്. ഒരു ഡൗട്ടും ഇല്ല അല്ലെ, നാഗമല കുന്നിൻപുറമാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? അരട്ടപ്പെട്ടിയാണ് അല്ലെ. അരട്ടപ്പെട്ടിയാണ്. PSC ഓൾറെഡി ചോദിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാഗമല കുന്നിൻപുറം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഒക്ടോബർ 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.